എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ പ്രഭാത സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് അത്യന്തം ആഴമുള്ള ഒരു വേദഭാഗമാണ്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. കൊലോസ്യർ 1:20. ഈ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ക്രൂശിൻ്റെ കഥ മാത്രമല്ല, മനുഷ്യരാശിയുടെ രക്ഷയുടെ മഹാഗാഥയാണ്. ഒരു മനുഷ്യൻ്റെ വേദന മാത്രമല്ല, ദൈവസ്നേഹത്തിൻ്റെ അതിരുകളില്ലാത്ത ആഴമാണ് ക്രൂശ്. അത് ദൈവവും മനുഷ്യനും വീണ്ടും കണ്ടുമുട്ടിയ ഇടമാണ്. പാപം ചെയ്ത് അകന്നുപോയ മനുഷ്യനെ പിന്നെയും തന്നോട് നിരപ്പിക്കുവാനായി സ്വർഗം ഭൂമിയെ ചുംബിച്ച നിമിഷമാണ് ക്രൂശ്. യേശു ക്രൂശിൽ രക്തം ചൊരിഞ്ഞപ്പോൾ അത് ശരീരത്തിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന രക്തത്തുള്ളികൾ മാത്രമായിരുന്നില്ല. അത് ക്ഷമയുടെ ഭാഷയായിരുന്നു, കരുണയുടെ സംഗീതമായിരുന്നു, മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ അവസാനമില്ലാത്ത സ്നേഹത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു. ഈ ലോകത്തിൽ മനുഷ്യൻ സമാധാനം അന്വേഷിക്കുന്നു. ധനത്തിൽ, ബന്ധങ്ങളിൽ, അധികാരങ്ങളിൽ, സ്നേഹിതരിൽ നിന്നെല്ലാം സമാധാനം അന്വേഷിക്കുന്നു. എന്നാൽ യഥാർത്ഥ സമാധാനം ക്രൂശിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം സമാധാനം എന്നത് യുദ്ധമില്ലാത്ത അവസ്ഥ മാത്രമല്ല, ദൈവവുമായി വീണ്ടും ബന്ധപ്പെടുന്ന അനുഭവമാണ്. പാവം മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റി. മനുഷ്യഹൃദയത്തിൽ ഭയം വന്നു, കുറ്റബോധം വന്നു, അശാന്തി വന്നു. എന്നാൽ യേശുവിൻ്റെ ക്രൂശ് നമ്മോട് പറയുന്നത്, മനുഷ്യൻ അകന്നു പോയാലും അവനെ തിരികെ കൊണ്ടുവരും എന്നാണ്. നീ തകർന്നു പോയാലും ഞാൻ നിന്നെ ചേർത്ത് പിടിക്കും. നീ പാപത്തിൽ വീണാലും എൻ്റെ രക്തം നിന്നെ ശുദ്ധീകരിക്കും. എത്ര മനോഹരമാണ് ഈ സ്നേഹം! ക്രൂശിലെ രക്തം ഒരു ശാപത്തിൻ്റെ അടയാളമല്ല, അത് പ്രത്യാശയുടെ മുദ്രയാണ്. ലോകം മനുഷ്യനെ തള്ളിക്കളഞ്ഞാലും ക്രിസ്തു അവനെ ചേർത്ത് പിടിക്കുന്നു. ലോകം മുറിവേൽപ്പിച്ചാലും യേശു സൗഖ്യം നൽകുന്നു. പ്രിയരെ, ഇന്ന് അനേക ഹൃദയങ്ങൾ യുദ്ധഭൂമി പോലെയാണ്. പുറത്ത് ചിരിക്കുന്നുണ്ടെങ്കിലും അകത്ത് കണ്ണുനീരിൻ്റെ അനുഭവമാണ്. മനുഷ്യൻ ഉറങ്ങുന്നു, പക്ഷേ സമാധാനത്തോടെ വിശ്രമിക്കാൻ കഴിയുന്നില്ല. കാരണം ആത്മാവിന് ദൈവത്തെയും ദൈവിക സ്വസ്ഥതയെയും നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ ഈ ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന മഹത്തായ സത്യം ഇതാണ്: ക്രൂശിൽ ചൊരിഞ്ഞ രക്തം ഇന്നും ശക്തിയുള്ളതാണ്. ആ രക്തം തകർന്ന കുടുംബങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കും. ആ രക്തം നിരാശയിലുള്ളവർക്ക് പുതിയ പ്രത്യാശ നൽകും. ക്രൂശിൽ ചൊരിയപ്പെട്ട രക്തം കുറ്റബോധത്തിൽ വീണവരെ അതിൽ നിന്നും ഉയർത്തി മനുഷ്യനെ ദൈവിക സമാധാനത്തിലേക്ക് വീണ്ടും കൊണ്ടുവരും. ദൈവം കോപത്തോടെയല്ല, സ്നേഹത്തോടെ മനുഷ്യനെ അന്വേഷിച്ചു. അതുകൊണ്ടാണ് പിതാവിന് പ്രസാദം തോന്നിയത്. മനുഷ്യനെ ശിക്ഷിക്കാനല്ല, മറിച്ച് യേശുവിലൂടെ രക്ഷിക്കാൻ. ക്രൂശ് നമ്മെ പഠിപ്പിക്കുന്നത് ഒറ്റ കാര്യം മാത്രം: സ്നേഹം ത്യാഗമില്ലാതെ പൂർണ്ണമാകില്ല. യേശു തൻ്റെ ജീവൻ തന്നു, അതുകൊണ്ടാണ് നമുക്ക് ജീവൻ ലഭിച്ചത്. അവൻ മുറിവേറ്റു, അതുകൊണ്ടാണ് നമുക്ക് സൗഖ്യം ലഭിച്ചത്. അവൻ രക്തം ചൊരിഞ്ഞു, അതുകൊണ്ടാണ് നമുക്ക് സമാധാനം ലഭിച്ചത്. ഇന്ന് നമുക്ക് സ്വയം നമ്മോട് തന്നെ ചോദിക്കാം, ആ ക്രൂശിലെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? എൻ്റെ ഹൃദയം യഥാർത്ഥ സമാധാനം
അനുഭവിക്കുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു വിശുദ്ധ ജീവിതമാണോ ഞാൻ നയിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നാം ക്രൂശിനെ മറക്കരുത്. കാരണം ക്രൂശില്ലെങ്കിൽ പ്രത്യാശയില്ല, ക്രൂശില്ലെങ്കിൽ രക്ഷയില്ല, ക്രൂശില്ലെങ്കിൽ സമാധാനമില്ല. അതുകൊണ്ട് ഇന്ന് നാം നമ്മുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ മുമ്പിൽ തുറക്കാം. അവൻ്റെ സ്നേഹം നമ്മെ സ്പർശിക്കട്ടെ. അവൻ്റെ രക്തം നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കട്ടെ. കർത്താവ് നൽകുന്ന സമാധാനം നമ്മുടെ ജീവിതത്തെ നിറയ്ക്കട്ടെ. അവസാനമായി ക്രൂശിൽ ചൊരിഞ്ഞ ആ രക്തം ഇന്നും വിളിച്ചു പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിനക്കായി രക്തം ചൊരിഞ്ഞു. നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോടൊപ്പമുണ്ട്. നിന്റെ പാപത്തേക്കാൾ വലിയതാണ് എൻ്റെ സ്നേഹം. ആ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ആത്മീക ജീവിത സാഹചര്യങ്ങളിലും നിറയുവാൻ ഇടയായിത്തീരട്ടെ. ഈ സന്ദേശം നിങ്ങൾക്കൊരനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു.